നല്ല രീതിയിലാണ് ചോദിക്കുന്നത്, പ്രശ്നമുണ്ടാക്കുന്നില്ല. ഞാൻ ഈ ചോദ്യം ആവർത്തിക്കുന്നു. ഇനി പിന്നെ സിറാജ് പത്രമാണ് നിങ്ങൾ തെളിവിനെ വായിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, സിറാജിലോ അല്ലെങ്കിൽ ചന്ദ്രികയിലോ ഏതോ പേപ്പർ ആകട്ടെ, ആ പേപ്പറിൽ ഏതെങ്കിലും ഒരു വ്യക്തി എഴുതിയതോ ഞാൻ എന്റെ സ്വന്തം അഭിപ്രായമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ എന്റെ ചോദ്യം, ഇർതഖബതു അലൽ ഖത്താ എന്നുള്ള വരി അത് ഖുർആനിനും സുന്നത്തിനും അനുകൂലമാണെന്ന് എന്റെ കയ്യിൽ തഫ്സീർ ഗ്രന്ഥം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം തന്നാൽ ഞാൻ ചോദിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഒന്നടങ്കം വരുന്ന ഒരു ഏതെങ്കിലും ഒരു കൂറ്റനാട് മുസ്ലിയാരെ അല്ല ഞാൻ പറയുന്നത്, ഒന്നടങ്കം ഞാൻ സിറാജ് പത്രത്തിലോ അല്ലെങ്കിൽ ഞാൻ അതിനെ ന്യായീകരിക്കല്ല. പക്ഷെ എന്റെ ചോദ്യം, നിങ്ങൾ ഒന്നടങ്കം ഇർതഖബ ചൊല്ലുന്ന ആളുകൾ ഈ സ്റ്റേജിൽ തന്നെ പ്രസംഗിപ്പിച്ച മൗലവി സഹോദരൻ പ്രസംഗിച്ചു, ഇർതഖബത്ത് ചൊല്ലിയാൽ അത് റസൂലുള്ളാഹിനോടുള്ള സഹായ അഭ്യർത്ഥന ഉണ്ട്, അത് ശിർക്കാണ്. അപ്പൊ ഞാൻ എന്റെ നല്ലൊരു ചോദ്യം, നമ്മൾ ഈ കാര്യം നമ്മൾ ആത്മാർത്ഥത ചെയ്യുകയാണെങ്കിൽ എന്തായാലും മുശ്രിക്കാണല്ലോ മുജാഹിദിന്റെ ഭാഷ പ്രകാരം. അപ്പൊ എന്റെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, നമ്മൾ സാധാരണ മുസ്ലിം സഹോദരന്മാരിൽ നിന്ന് വിവാഹം കഴിച്ചാൽ ഷഹാദത്ത് കലിമ ചൊല്ലണം. അപ്പൊ നിങ്ങൾ പറയുന്ന ആദർശ പ്രകാരം എന്തുകൊണ്ടാണ് ഒരുപാട് മുജാഹിദ് സഹോദരങ്ങൾ സുന്നികളിൽ നിന്ന് വിവാഹം കഴിക്കുന്നുണ്ട്? എന്തുകൊണ്ട് അവർ ഏതായാലും മുശ്രിക്കാണല്ലോ, ഷഹാദത്ത് കലിമ ചൊല്ലണ്ടേ, വിവാഹം കഴിക്കുന്നത് കാണുന്നില്ലല്ലോ? എന്താണ് നിങ്ങൾ ഇത്രയും മൈക്ക് കെട്ടി ഈ ശിർക്ക് പ്രചരിപ്പിക്കുന്ന എന്ത് വിശ്വാസത്തിന്റെ ഭാഗത്തിൽ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? സുഹൃത്തെ, ചോദ്യത്തിലേക്ക് പ്രവേശിക്കുക. മുജാഹിദുകൾ ഇവിടെയുള്ള മറ്റെല്ലാ മുസ്ലിം സംഘടനകളെയും, കാദിയാനി, ചേകനൂർ ഒഴിച്ചുള്ള എല്ലാ മുസ്ലിം സംഘടനകളും മുസ്ലിങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അവിടെയും അത്തരത്തിൽ തന്നെയാണ് പെരുമാറാറുള്ളത്. അതേസമയം ഒരു കാര്യം ശിർക്കാണെന്ന് പറഞ്ഞാൽ ആ കാര്യം മുജാഹിദ് ചെയ്താലും സുന്നി ചെയ്താലും ജമാഅത്തേരൻ ചെയ്താലും തബ്ലീഗാരൻ ചെയ്താലും ശിർക്കാണ്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലല്ലാ സ്വലാത്തനാ വസ്തഖ്ബല ഖിബ്ലതനാ വഅകല ദബീഹതനാ ഫഹുവ മിന്നാ ഫലഹു മാലിൽ മുസ്ലിം വഅലൈഹി മാ അലൽ മുസ്ലിം. നമ്മുടെ നമസ്കാരം നിർവഹിക്കുകയും നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിയുകയും അതുപോലെ തന്നെ നാം അറുത്തത് ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ അവൻ മുസ്ലിമാണ്. മുസ്ലിമിനുള്ള എല്ലാ ആനുകൂല്യം അവനുണ്ടായിരിക്കും. മുസ്ലിമിന്റെ മേൽ എന്തൊക്കെ ബാധ്യതയുണ്ടോ അതും അവനുണ്ടായിരിക്കും. ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട എല്ലാവരോടും അവർ ചെയ്യുന്ന ശിർക്കും കുഫ്റും ബിദ്അത്തും ഒക്കെ വിശദീകരിച്ചു കൊടുക്കുമെങ്കിലും അവരെ മുസ്ലിങ്ങളായി തന്നെയാണ് മുജാഹിദുകൾ കണക്കാക്കുന്നത്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ സിറാജ് അംഗീകരിക്കില്ല, മറ്റംഗീകരിക്കില്ല. യഥാർത്ഥത്തിൽ ഇവിടെ സംഘടിതമായ നിലക്ക് മുജാഹിദ് പ്രസ്ഥാനം കാഫിറാണെന്നും അസ്ലിയായ കാഫിറുകളെക്കാൾ പച്ചയായ കാഫിറാണെന്നും എത്രയോ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. അവർ പലരും മുജാഹിദ് പ്രസ്ഥാനത്തിനും കല്യാണം കഴിക്കുന്നുണ്ട്, മുജാഹിദുകളുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ പരസ്പരം മുസ്ലിങ്ങളാണെന്ന് അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. മുസ്ലിങ്ങളിൽ ശിർക്ക് വരാം, മറ്റു പാപങ്ങൾ വരുന്നത് പോലെ തന്നെ. അത് ഞങ്ങൾ ഗുണകാംക്ഷയോടെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രം. സഹോദരന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ആണ് ഇവിടെ ബഹുമാന്യനായ സക്കരിയ മൗലവി നൽകിയത്. കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും മുസ്ലിം സംഘടനകളെയും മുശ്രിക്കിന്റെയും കാഫിറിന്റെയും ചാപ്പകുത്തി അകറ്റി നിർത്തുന്ന സ്വഭാവം മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ ചരിത്രത്തിൽ പിന്തുടർന്നിട്ടില്ല. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അനുസരിച്ചു ജീവിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് അതൊട്ട് സാധ്യവുമല്ല എന്നുള്ളതാണ് ഇവിടെ വിശദീകരിച്ചത്. അതല്ലാത്ത അടുത്ത ചോദ്യം. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രകോപനമുണ്ടാക്കുന്നില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ വളരെ വൈരുദ്ധ്യമാണ്. എന്തുകൊണ്ട് നിങ്ങൾ വിഷയാവതരണത്തിൽ നിങ്ങൾ എന്ന് പറഞ്ഞു, ഇർതഖബത്ത് ചൊല്ലുന്ന ആളുകൾ മുശ്രിക്കാണ് നിങ്ങൾ തുറന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മുശ്രിക്ക് എന്ന പദം എന്താണ്? ഇത് നേരത്തെ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് പുറത്താണ്. അല്ലാഹു തആല അവന് ഒരിക്കലും പൊരുത്തപ്പെട്ടു കൊടുക്കില്ല. ഞങ്ങൾ അങ്ങനെ പഠിച്ചത്. മുശ്രിക്കായി കഴിഞ്ഞാൽ അല്ലാഹു പിന്നെ ഓന്റെ ഒരു പ്രതീക്ഷയും ഓനില്ല. ബിദ്അത്ത് വന്നാലും കിതാബുകളും ഹദീസുകളും കാണാം, അവന്റെ ശിക്ഷ കഴിഞ്ഞാലും നരകത്തേക്ക് കടത്തുമെന്ന അഭിപ്രായമില്ല. അത് പൊടാൻ തരത്തില്ല. പക്ഷെ ശിർക്ക് ചെയ്താൽ അത് ഒരിക്കലും സാധുവല്ല. അത് നമ്മളിപ്പോ മുസ്ലിങ്ങളിൽ ശിർക്ക് വരുന്നുണ്ടെങ്കിൽ ശിർക്ക് തന്നെയാണ്. ഉമ്മക്ക് വാലകത്ത് കല്യാണം കഴിക്കാൻ പറ്റില്ല, ഉറപ്പാണ്. ശിർക്ക് ബോധ്യപ്പെട്ടാൽ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഇവിടെയുള്ള എല്ലാ സുന്നികളും ഇന്നലെ നബിദിനായിരുന്നു, ഈ മങ്കൂസ് പോലിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്റെ തെളിവിലേക്ക് കടന്നിട്ടുണ്ട്. ഈ ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താണ് ഒന്നും കൂടി ഉറപ്പിച്ചു പറയും. സുന്നികൾ മൗലീദ് ചെല്ലുന്ന വരി കൊണ്ട് മുശ്രിക്കാണോ മുസ്ലിമാണോ? അപ്പൊ നേരത്തെ നമ്മളെ സക്കരിയ സ്വലാഹി അദ്ദേഹം പറഞ്ഞു മുസ്ലിമാ ഞങ്ങൾ ആക്കുന്നില്ല. അപ്പൊ നേരത്തെ ശംസുദ്ദീൻ പാലത്ത് പറഞ്ഞത് ചെല്ലുന്നവരും മുശ്രിക്കാണ്. അപ്പൊ രണ്ട് വൈരുദ്ധ്യമാണ് അവിടെ കാണുന്നത്. നിങ്ങൾ ഒന്ന് ഉറപ്പിച്ച് പറയും, ഈ മൗലൂദ് ചെല്ലുന്ന ആളുകൾ മുശ്രിക്കാണോ അവര് മുസ്ലിമാണോ? അതെ, ഞാൻ പറഞ്ഞതും ശിർക്ക് തന്നെയാണെന്നാണ്. പക്ഷേ ശിർക്ക് ചെയ്തൊരു മനുഷ്യൻ തൗബ ചെയ്തിട്ട് തൗഹീദിലേക്ക് വന്നാൽ അയാൾ മുസ്ലിമായി. ശിർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആളുകളെ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ട് അയാൾ ഇസ്ലാമിക സമുദായത്തിന് പുറത്താണ്
എന്ന് പറഞ്ഞ് അയാളെ മാറ്റി നിർത്തുകയോ അയാളെ തുടർന്ന് നിസ്കരിക്കാതിരിക്കുകയോ അയാൾ അടുത്ത് തിന്നാതിരിക്കുകയോ അയാളെ കുട്ടിയെ കല്യാണം കഴിക്കരുതെന്ന് പറയുകയോ ആ രീതിയിലുള്ള മുശ്രിക്കിനോടുള്ള കാഫിറിനോടുള്ള ഹുക്കുമ് ഒരിക്കലും മുജാഹിദുകൾ ഇവിടുത്തെ സുന്നികളോട്, സുന്നി എന്ന് പറയുന്ന സമസ്തക്കാരോട് ഒരിക്കലും കാണിക്കാറില്ല. അതിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. ശിർക്ക് തന്നെയാണ്, ഞങ്ങൾ ചെയ്താലും ശിർക്ക് തന്നെയാണ്. കാരണം ഇവിടെ ഇർത്തകബത്ത് ചൊല്ലുന്ന ആള് പാപം പൊറുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹിനോട് പാപം പൊറുക്കാൻ ആവലാതിപ്പെടുക എന്നത് അള്ളാഹുവിന് മാത്രം അധികാരപ്പെട്ട കാര്യം അള്ളാഹിന്റെ റസൂലിന് വകവെച്ചു കൊടുക്കുകയാണ്. അതാണിത് ശിർക്കാകാനുള്ള കാരണം. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഒമ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട്? ഗാഫിരി ദംബി വ ഖാബിലി തൗബി, തൗബ സ്വീകരിക്കുന്നവനും പാപം പൊറുക്കുന്നവനും അള്ളാഹുവാണ്. യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു, മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവിൻ, അവനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുവിൻ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. ഫഇന്നി അതൂബു ഫിൽ യൗമി മിഅത മറ, ഞാൻ തന്നെ ഒരു ദിവസം 100ഓളം തവണ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. അപ്പൊ ഗഫാറെന്നും ഗഫൂറെന്നും തവ്വാബെന്നും ഒക്കെയുള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അത് അള്ളാഹുവിന്റെ പടപ്പുകളിൽ ആർക്ക് വകവെച്ചു കൊടുത്താലും അത് ശിർക്കാകും. അതുകൊണ്ടാണ് മൗലീദിലുള്ള ആ വരി ശിർക്കാണെന്ന് പണ്ട് മുതൽക്കേ ഞങ്ങൾ പറഞ്ഞു വരുന്നതാണ്. ഇന്നും അത് തന്നെ പറഞ്ഞത്, ഞാനും അത് തന്നെ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോ അവർ ഷഹാദത്തിയല്ലി മുസ്ലിമാക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. ശിർക്ക് തൗബ ചെയ്താൽ പൊറുക്കാത്ത കുറ്റമല്ല, തൗബ ചെയ്താൽ പൊറുക്കുന്ന കുറ്റമാണ്. ശിർക്കോട് കൂടി മരിച്ചു പോയാലാണ്, ശിർക്കിൽ നിന്ന് ഖേദിച്ചു മടങ്ങാതെ മരിച്ചു പോയാലാണ് രക്ഷയില്ല എന്ന് പറയുന്നത്. അങ്ങനെ മരിക്കോളം ശിർക്കിൽ ഉറച്ചു നിൽക്കാതിരിക്കാനാണ് മുസ്ലിമീങ്ങൾക്ക് ശിർക്കിന്റെ വിവിധ ഇനങ്ങളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ഞങ്ങൾ മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നവരോട് മുസ്ലിം എന്ന നിലക്കുള്ള എല്ലാ പെരുമാറ്റങ്ങളും പെരുമാറും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നതും സലാം പറയുന്നതും കല്യാണത്തിന് കൂടുന്നതും മരിച്ചാൽ കൂടുന്നതും അർത്ഥാത്തുന്നതും ഒക്കെ ആ അടിസ്ഥാനത്തിലാണ്. നേരെ ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. വഹാബികൾ കാഫിറാണ്, അസ്ലിയായ കാഫിറുകളേക്കാൾ കാഫിറാണെന്ന് പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. അവരും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഞങ്ങളോടുള്ള പെരുമാറ്റം. കാരണം ആ പറയുന്നതിൽ അവർക്ക് എത്ര കൊണ്ട് ആത്മാർത്ഥതയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ശിർക്കും കുഫറും വിശദീകരിച്ച് ആര് ചെയ്താലും അത് ശിർക്കും കുഫറുമാകുമെന്ന് പറയുകയല്ലാതെ മുജാഹിദ് പ്രസ്ഥാനം ഒരു പ്രസ്ഥാനത്തെ ഒന്നിച്ച് സമസ്തക്കാർ മുശ്രിക്കുകളാണ്, സമസ്തക്കാർ കാഫിറുകളാണ് എന്ന രീതിയിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രഖ്യാപിക്കാറില്ല. അതേ സമയത്ത് ശിർക്ക് ശിർക്കാണ് എന്ന് എല്ലാവരോടും പറയുകയും ചെയ്യും. അത് ആര് ചെയ്താലും ശിർക്കാണ്. ആ പറഞ്ഞ കാര്യം മുജാഹിദ് പ്രസ്ഥാനത്തിന് മെമ്പർഷിപ്പ് ഉള്ള ഒരാളാണ് ചെയ്തതെങ്കിലോ അത് ശിർക്കല്ലാതാവോ? അതൊന്നില്ല. ആര് ചെയ്താലും ശിർക്ക് തന്നെയാണ്. അതാണ് ഇവിടെ വിശദീകരിച്ചത്. അതുകൊണ്ട് ചോദ്യത്തിന് 2-3 പ്രാവശ്യമായി ഇപ്പൊ മറുപടി പറഞ്ഞു. ഇർത്തകബത്ത് ചൊല്ലുന്നത് ശിർക്കാണ്. പക്ഷേ മുസ്ലിമീങ്ങൾ അത് ചെല്ലുന്ന ആളുകൾ അത് ശിർക്കാണെന്ന് മനസ്സിലാക്കിയവരും മനസ്സിലാക്കാത്തവരും ഒക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിൽ അവർ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ടവരാണ് എന്ന നിലക്ക് അവരെ മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നു. അല്ല കാണുന്നത് പോലെ കാണും, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കും, സ്ഥലശബ്ദ വ്യത്യാസം തന്നെ കാണാനും കേൾക്കാനും ഒക്കെ കഴിയുമെന്ന് അള്ളാഹു അല്ലാത്ത ഒരാളെ കുറിച്ച് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അത് അങ്ങനെ തന്നെ പറഞ്ഞു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും വേറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ താങ്കൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്കളുടെ ആവർത്തിച്ചുള്ള നല്ല ചോദ്യത്തിനുള്ള മറുപടിയാണ് 2-3 പ്രാവശ്യങ്ങളിലായിട്ട് ഇവിടെ നൽകിയത്. മുജാഹിദ് പ്രസ്ഥാനം ആളുകളെ മുവഹിദാക്കുക എന്ന പ്രവർത്തനമാണ് മലയാളക്കരയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളെ മുശ്രിക്കാക്കി അകറ്റി നിർത്തുന്ന ഏർപ്പാട് മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. ശിർക്ക് ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ ശിർക്ക് എന്ന് വിളിക്കുവാനുള്ള തന്റെ ഇടം മുജാഹിദ് പ്രസ്ഥാനം കാണിക്കാറുമുണ്ട്. ഈ ചോദ്യമല്ലാത്ത അടുത്ത ചോദ്യമുണ്ടെങ്കിൽ സഹോദരന് ചോദിക്കാം, അല്ലെങ്കിൽ ആളുകൾ പിന്നിലുണ്ട്, അവർക്ക് വഴിമാറി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹ്രസ്വമായിട്ട് താങ്കളുടെ ചോദ്യം അവതരിപ്പിക്കണം. 2-3 പ്രാവശ്യമായിട്ട് ഒരുപാട് ടൈം താങ്കൾക്ക് ഞങ്ങൾ നൽകുകയുണ്ടായി. ഇനി അത് അനുവദിക്കാൻ സാധ്യമല്ല. ചോദിക്കാനുണ്ട്. ഞാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റൊരു വിഷയത്തേക്ക് കടക്കുന്നു. ചോദ്യത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഇസ്തിഗാസ തെളിയിക്കാൻ എന്റെ കയ്യിൽ കിതാബുണ്ട്, രേഖയുണ്ട്, അതിലേക്ക് തെളിയിക്കുന്നു. അതിന് മുന്നോടി ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് പ്രകാരം അമുസ്ലിം സഹോദരന്മാരും ശിർക്ക് ചെയ്യുന്നുണ്ട്. അവരിൽ നിന്റെ മറുപടിക്ക് ഇതും കൂടി മറുപടി പ്രതീക്ഷിക്കുന്നു. അമുസ്ലിം സഹോദരന്മാരും ശിർക്ക് ചെയ്യുന്നുണ്ട്. നാം ആരും അവരെ അറുത്തത് ഭക്ഷി